ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ വിനീഷ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും അടുത്ത 50 ദിവസം ഈ എക്സാമിന് മുമ്പായിട്ട് കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾ എങ്ങനെ പഠിക്കണം, നിങ്ങൾ എങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ മക്കളെ, വേഗം തന്നെ നമുക്ക് RRB ഗ്രൂപ്പ് ഡി ക്ലിയർ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നോക്കാം. ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ്. ഇപ്പോഴുള്ള നിങ്ങളുടെ സ്റ്റാറ്റസ് ഒക്കെ അങ്ങ് മാറും. അപ്പോൾ മടിക്കേണ്ട. RRB എന്നുള്ള എക്സാം ക്ലിയർ ചെയ്യാൻ ആദ്യം മനസ്സിലാക്കുക, അതിലെ 55 മാർക്കിനടുത്ത് നമുക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ റീസണിങ്ങും മാത്സുമാണ്. പ്രിവിലേജ് എവിടെ കൊടുക്കണം? ഈ 2 കാര്യങ്ങൾക്ക് കൊടുക്കണം. മാത്സ് പഠിക്കാനും നമ്മുടെ റീസണിങ് പഠിക്കാനും കൊടുക്കണം. മാത്സും റീസണിങ്ങും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്ന് തന്നെയാണ് ഞങ്ങൾ CCയിൽ ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കിക്കോ, ഡേ ഫസ്റ്റിൽ മാത്സിനും റീസണിങ്ങിനും അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. മാത്സും റീസണിങ്ങും പഠിക്കാനുള്ളതും അതോടൊപ്പം തന്നെ അതിൻ്റെ മോർ വർക്കൗട്ട്സുകളുണ്ടാകും. സംഖ്യകളും അടിസ്ഥാന ക്രിയകളുമാണ് ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ് തുടങ്ങിയ സീരീസുകൾ ചെയ്തു നോക്കണം. മിസ്സിംഗ് നമ്പർ ഏത്, മിസ്സിംഗ് പാറ്റേൺ ഏത് തുടങ്ങിയവയൊക്കെ ഇവിടെയാണ് കാണുന്നത്. അത് സംഖ്യകളുമായി ബന്ധപ്പെട്ട കണക്കുകളായിരിക്കും. അത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടൈം പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് സെഷനാണ് ഇവിടെ വേണ്ടത്. അത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഹിസ്റ്ററിയിൽ അന്നൊരു പോർഷൻ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉണ്ടാകുന്ന മറ്റൊരു ഭാഗം ഏതാണ്? ജനറൽ സയൻസ് ആണ്. ജനറൽ സയൻസിലെ ഫോഴ്സ്, വർക്ക്, എനർജി, പവർ ഇതൊക്കെ പ്രോപ്പർലി തന്നെ പഠിക്കുക. ഇത് പ്രോപ്പർലി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ കുറച്ചധികം സമയമെടുക്കുന്ന പോർഷനാണ്. ഇവിടുന്ന് വർക്കൗട്ട് ചിലപ്പം പ്രോബ്ലമാറ്റിക്കായിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ യൂണിറ്റുകൾ ചോദിക്കാനും സാധ്യതയുണ്ട്. യൂണിറ്റ് ആണെങ്കിൽ എളുപ്പമാണ്, പക്ഷെ പ്രോബ്ലം വരുവാണെങ്കിൽ മാത്രം, അത് ഡയറക്റ്റ് പ്രോബ്ലംസ് ആയിരിക്കും, അത് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രയാസം ഉണ്ടാകുന്നത്. എങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ദെൻ നോക്കിക്കേ, ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ലോക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പോകുന്നതാണ്. ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട എൻറ്റയർ തിങ്സ് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അവിടെയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പോർഷനും ചെക്ക് ചെയ്ത് തന്നെയാണ് എന്തൊക്കെ ചോദിക്കും എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് നമ്മളിത് ഇട്ടിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുമായി ബന്ധപ്പെട്ട ഡെയിലി നമ്മൾ ചെയ്യാൻ വില്ലിങ് ആകുക. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഇപ്പം നമ്മൾ നോക്കിക്കേ, ഇതേപോലെ നമ്മൾ ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടാകും. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ വർക്കൗട്ടുകളാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ CCയിൽ രാവിലെ 4 മണിക്ക് നിങ്ങളെ വിളിച്ചെണ്ണീപ്പിച്ച് ക്ലാസ് തുടങ്ങിയാണ്. രാവിലെ 4 മണി മുതൽ നിങ്ങൾ പഠിക്കാൻ റെഡിയാവണം. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പാണ്, RRB ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ്. രാവിലെ 4 മണിക്ക് നമ്മൾ ഒരു ഗ്രൂപ്പ് കോളിലിട്ട് എൻ്റെയർ ടീം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന സെഷൻ മെൻറ്റർ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം തന്നെ രാത്രിയിലും 10 തൊട്ട് 12 വരെയും നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്ന ഒരു എൻ്റെയർ ടീമാണ് CCക്ക് RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയുള്ളത്. ഡെഫിനറ്റ്ലി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? ഈ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം. സ്റ്റഡി മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മലയാളത്തിൽ ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തെ ഡേ നോക്കിക്കേ, രണ്ടാമത്തെ ഡേയിൽ നമ്മൾ പരിഗണന കൊടുത്തിരിക്കുന്നത് എല്ലാ ദിവസവും മാത്സും റീസണിങ്ങും കൊടുക്കുന്നുണ്ട്. ഇവിടെയും ശരാശരി എന്ന ടോപ്പിക്കിലേക്ക് വന്നിട്ടുണ്ട്. റീസണിങ്ങിൽ അനലോഗിയിലേക്കാണ് വന്നിരിക്കുന്നത്. ജനറൽ സയൻസിൽ ഇന്ന് ബയോളജിയിലെ കോശമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിസ്റ്ററിയിൽ വേദകാലഘട്ടത്തെ പറ്റിയും അന്ന് തന്നെ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ഭരണഘടനയുമായി ബന്ധപ്പെട്ട നിർമ്മാണ സഭ, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇതൊക്കെ RRBയുടെ രീതിയിൽ പഠിച്ചാൽ മതി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ അതോടൊപ്പം തന്നെ ജാനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ദിവസം നമ്മളൊന്ന് റിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ റിവിഷൻ ചെയ്യുമ്പോൾ കോശമാര് കണ്ടുപിടിച്ചു അല്ലേ, സസ്യകോശങ്ങളിലെ ജന്തുകോശങ്ങളിലെ പ്രത്യേകതകൾ, ഇങ്ങനെ നമ്മുടെ ഇതെന്തുകൊണ്ട് ഞാൻ പറയുന്നത് RRBക്ക് ഈ വക ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ.
ഇവിടെ നോക്കിക്കേ, വേദകാലഘട്ടത്തിലെ വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അല്ലേ. അപ്പോൾ അവിടെ വരുന്ന എത്രയായിരിക്കും? വളരെ കുറച്ച് പോർഷൻസേ അവിടെ വരുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സിലെ അപ്പോയിൻമെൻറ്റ്സ് മാത്രമായിട്ട്. അതാണ് നമ്മൾ അന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ദിവസം വീണ്ടും മാത്സിന് പരിഗണന കൊടുക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യങ്ങളാണ്. ബോഡ് മാസ് എന്ന് പറയുന്നതാണ്. റീസണിങ്ങിൽ ക്ലോക്കാണ്, എളുപ്പമുള്ള മേഖലയാണ് ക്ലോക്ക് പഠിക്കുക എന്നുള്ളത്. ജനറൽ സയൻസിൽ കെമിസ്ട്രിയാണ്, മെറ്റൽസ് എന്നുള്ള പോർഷനാണ്. മെറ്റൽസ് എളുപ്പമുള്ള പോർഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഹങ്ങളുമായി ബന്ധപ്പെട്ട ലോഹങ്ങളുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് NCERT SCERT പുസ്തകങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഏതൊക്കെ ലോഹങ്ങൾക്ക് ഏതൊക്കെ പ്രത്യേകതകളാണ് ഉള്ളത്, ചില ലോഹങ്ങളുടെ കഴിവുകൾ, ഇപ്പോൾ മാലിയബിലിറ്റി എന്താണ്, സ്വർണത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ സോഡിയം, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുമല്ലോ. ആവർത്തന പട്ടികയിലൊക്കെ ലോഹങ്ങൾ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ള പ്രത്യേകതകൾ, ചിലപ്പോൾ അതിൻ്റെ ഒരു ചിലപ്പം അത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. ഹിസ്റ്ററിയിൽ ജൈനമതം, ബുദ്ധമതം ഷോർട്ട് നോട്ട് മതി ഇത് പഠിക്കാനായിട്ട്. ബുദ്ധമതത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ അടുത്തൊരു പോർഷൻ നോക്കിക്കേ, അടിസ്ഥാന ഇന്ത്യയുടെ വിവരങ്ങൾ എന്നുള്ളതാണ്. ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വിവരങ്ങൾ, അയൽ രാജ്യങ്ങൾ, പിന്നെന്തായിരിക്കണം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, തെക്കേ അറ്റമേത്, വടക്കേ അറ്റമേത്, അല്ലേ. പിന്നെ ദേശീയമായി അടിസ്ഥാന വിവരങ്ങളുണ്ട്. ദേശീയ പതാക, ദേശീയ ഗാനം, അതൊക്കെ എന്നാണ് അംഗീകരിച്ചത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ചില നദികൾ, ദേശീയ ഏറ്റവും ബേസിക്കലി ഉള്ളത് നാഷണൽ ഹൈവേസ്, ചില കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഈ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ഇതൊരു 2 മണിക്കൂർ പഠിക്കാനുള്ള പോർഷൻ ഉണ്ടാകും. അത് നമ്മൾ അന്ന് തന്നെ പഠിക്കും. അടുത്തത് നോക്കിക്കേ, അടുത്തത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. അന്നത്തെ ദിവസവും കറണ്ട് അഫയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയയാണ് മന്ത്ലി കറണ്ട് അഫയേഴ്സ്. ഫെബ്രുവരിയിലെ നമ്മൾ നോക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ നോക്കുന്നു. മിനിസ്ട്രിയെ പൊതുവായിട്ട് നമ്മുടെ മന്ത്രിസഭ കേന്ദ്രത്തിലുള്ളതിനെ ഒന്ന് പരിചയപ്പെടുന്നു. ദെൻ നെക്സ്റ്റ് പോർഷൻ ബോർഡ് മാസ് കഴിഞ്ഞാൽ അടുത്ത പോർഷൻ എന്താണ് വരുന്നത്? 4ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഭിന്നസംഖ്യ പഠിക്കണം. ഉറപ്പായും ചോദിക്കുന്നതാണ് ഭിന്നസംഖ്യ. ക്ലോക്ക് കഴിഞ്ഞു. അടുത്തത് നമ്മൾ റീസണിങ്ങിൽ എന്ത് പഠിക്കണം? ബ്ലഡ് റിലേഷൻ പഠിക്കണം. അച്ഛൻ്റെ, മകൻ്റെ, മകളുടെ ബന്ധങ്ങൾ പഠിക്കുന്നു. ഡയഗ്രാം പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പാണ്, തെറ്റിപ്പോകത്തില്ല. അടുത്തത് കെമിസ്ട്രിയാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അല്ലേ. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, ബേസിക് ഓഫ് ആറ്റം തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കും. PYQs മാത്രം പഠിച്ചാൽ മതി. RRBയുടെ PYQs അവിടെ നിന്നും നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടും. അടുത്തത് മൗര്യ സാമ്രാജ്യം, മൗര്യ ഭരണ സംവിധാനം. സാമ്രാജ്യത്തെക്കാളും കൂടുതൽ ഇപ്പം ഈ ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ് വരുന്നത്? മൗര്യ സാമ്രാജ്യത്തിലെ മൗര്യ ഭരണ, നിങ്ങൾ തന്നെത്താൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഇതെല്ലാം നോക്കുക. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ തലവന്മാർ, ഈ അടുത്തിടെ ഏതെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ, നാണയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, ഈ അടുത്തിടെ അവരെ ഏതെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ ഈ അയൽ രാജ്യങ്ങളുടെ സ്റ്റാറ്റിക് GKയുടെ കൂടെ പഠിച്ചു പോകുക. ദെൻ കറണ്ട് അഫയേഴ്സിൽ റാങ്കിങ്, ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിങ് കൂടുതലും ഫോക്കസ് ചെയ്ത് കിട്ടണം. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന റാങ്കിങ്ങുകളും, നീതി ആയോഗ് ഇൻഡെക്സുകൾ, ഇന്ത്യയുടെ പൊസിഷൻസ് കൃത്യമായി തന്നെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടത് ഒന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ ഹംഗ്രി ഇൻഡെക്സ് അങ്ങനെയൊക്കെയുള്ളത്, നമ്മൾ സന്തോഷ സൂചിക ഇൻഡെക്സ്, അതിലൊക്കെ ഇന്ത്യ എത്രാമത്തെ റാങ്ക് ആണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, ഭിന്നസംഖ്യ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദശാംശ സംഖ്യകളാണ്. 4.08 പ്ലസ് 4.008 എന്ന് 2 സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് പോയിന്റ് എവിടെയാണ് കൊടുക്കുന്നത് ചിലപ്പോൾ സംശയം ഉണ്ടാകും, അല്ലേ. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്ത് പഠിക്കേണ്ട സമയം ഇപ്പോഴാണ്. ദെൻ കലണ്ടറിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് കലണ്ടർ എന്ന പോർഷൻ അന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, മോഷനുമായി ബന്ധപ്പെട്ട്, തരംഗ ചലനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പോർഷനാണ്. അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ചില ഗ്രാഫുകളൊക്കെ RRBക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വേവ് മോഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മധ്യകാല ഇന്ത്യയിലെ മറ്റ് രാജവംശങ്ങളെ ഒന്ന് ഓടിച്ചിട്ട് പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനൊരു 1/2 മണിക്കൂർ മാത്രം മതി. ദെൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡം,
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ പറ്റി പഠിക്കാനായിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം. ആ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അന്നൊരു 1 മണിക്കൂറിനടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ദെൻ കറണ്ട് അഫയേഴ്സിൽ ഷുവർ ഷോട്ട് ഏരിയയാണ്. ഓസ്കാർ അവാർഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 97th ഓസ്കാർ അവാർഡ്. ഓക്കെ, അടുത്തത് റിവിഷനാണ്. ഇത്രയും കംപ്ലീറ്റ് ചെയ്യുക, പോർഷൻസ് പെൻഡിങ് ഉണ്ടെങ്കിൽ പഠിക്കുക, PYQs പെൻഡിങ് ഉണ്ടെങ്കിൽ പഠിക്കുക. അതൊക്കെ അന്നാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിവിഷൻ ഡേ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇനി നോക്കിക്കേ, സൺഡേ ഹോളിഡേ അല്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സൺഡേ ഹോളിഡേ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ റിവിഷൻ ചെയ്യേണ്ടതും കംപ്ലീറ്റ് ചെയ്യേണ്ടതും പഠിക്കേണ്ടതും RRB ആണ്. അടുത്ത 50 ദിവസം മെനക്കെട്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. വെറുതെ നടന്നാൽ ജോലി കിട്ടത്തില്ല. അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങളോടൊപ്പം കൂടിക്കോ. ഞങ്ങൾ ഈ രീതിയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ടും ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും വെച്ച് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ പഠിച്ചു വരാം കേട്ടോ. ഇനി നോക്കിക്കേ, നമ്മൾ ഓരോ ദിവസത്തെയും അടുത്ത 50 ദിവസത്തെയും ഉണ്ട് ഇതേപോലെ തന്നെ ടൈം ടേബിളാണ്. 8ാമത്തെ ദിവസം HCF മാത്സിൽ LCM HCF സിലോജിസം. നിങ്ങൾ എത്രമാത്രം പ്രയാസമാണ് സിലോജിസത്തിലേക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ സിലോജിസം ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കും. വൈറ്റമിൻസ് ഡെഫിഷ്യൻസിയെ ബേസ് ചെയ്ത കാര്യങ്ങൾ. ഡൽഹി സുൽത്താനേറ്റ് ഉറപ്പായും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഉത്തരപർവ്വത മേഖല ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമേഖലയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. നാഷണൽ ഗെയിംസ്, ഇന്ത്യയുമായി ബന്ധപ്പെട്ട നാഷണൽ ഗെയിംസ്, കൺട്രി, ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ, വർഗമൂലം ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അല്ലേ? വർഗമൂലം ഒക്കെ ബേസ് ചെയ്ത്, അതുപോലെ നിങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടില്ലേ? ഇതാണ്ട് ഇങ്ങനെ നമ്മുടെ ഇതിനകത്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മുടെ അകത്തകത്തൊക്കെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന പ്രോബ്ലംസ് ഇല്ലേ? വർഗവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചോദ്യങ്ങൾ, അതൊക്കെ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിവിടെ ചെയ്തു നോക്കുന്നതാണ്. പിന്നെ ഓരോ ദിവസത്തിലും നമുക്ക് പറയുമ്പം കമ്പ്യൂട്ടർ പോലും നമ്മൾ ആഡ് ചെയ്ത് തന്നെ അടുത്ത 50 ദിവസവും ഇതുപോലെ ഡീറ്റെയിൽഡ് സിലബസാണ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ഇന്ത്യൻ റിവേഴ്സ്, നീതി ആയോഗ്, എല്ലാ പോർഷനും. ഇത് ഇത്രയും പോർഷനും ഉണ്ടല്ലോ, തന്നെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാകും ഇതെങ്ങനെ കിട്ടും. ഇതിൻ്റെ നോട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടീം CCയോടൊപ്പം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷനിൽ RRB ഗ്രൂപ്പ് ഡിയുടെ സിലബസ് അറിഞ്ഞ് പഠിക്കാവുന്ന ക്ലാസ്സുകളാണ്. 50 ദിവസത്തെ ക്രാഷ് കോഴ്സ് പ്ലസ് 15 ഡേയ്സിലെ റിവിഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ക്രിസ്പി ആയിട്ടുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകൾ നൽകുന്നത്. സോ അതിൻ്റെ ലൈവ് ക്ലാസ്സുകളും ഉണ്ടാകും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഞങ്ങളോടൊപ്പം കൂടുക. RRB ഗ്രൂപ്പ് ഡി അടിപൊളിയായിട്ട് പഠിക്കാം.